Good morning, everyone. Good morning. Good morning. Thank you so much for joining. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇന്ന് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ സൺഡേ സെഷൻ ആണ്. സൺഡേ സെഷന്റെ കാര്യങ്ങൾ അറിയാം അല്ലേ? അതായത് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് മീ റിയൽ മീ. അപ്പം ഇറ്റ്സ് മീ റിയൽ മീയില് നമ്മളുടെ നൗഫൽ, are you there? Yes, sir. Yes. Thank you. നൗഫൽ, എനിക്ക് എന്തോ ഒരു ഇവിടെ ടെക്നിക്കൽ എറർ ഉണ്ട്, വീഡിയോ വരുന്നില്ല. മേ ബി ഐ വിൽ ഫിക്സ് ഇറ്റ്. സോ ക്യാൻ വി സ്റ്റാർട്ട്? നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. നൗഫൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നൗഫലിന്റെ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ. നിലവിൽ ഇപ്പോൾ എവിടെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പതിയെ നമ്മുടെ സെഷനിലേക്ക് അങ്ങ് വരാം. റെഡി? ഓക്കെ. ഞാൻ എൻ്റെ പേര് നൗഫൽ. ഞാൻ ബിസിനസ് ചെയ്യാണ്. ഞാൻ കൊല്ലത്താണ്. സ്ഥലം കൊല്ലം കൊട്ടിയത്താണ്. ഓക്കെ. എങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന ഒരു സ്റ്റോറി കൂടെ പറഞ്ഞോളൂ. ഞാന് ഒരു 3-4 വർഷം മുമ്പ് മൈൻഡ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഷാഫി സാറിനുള്ള. അതുകൊണ്ട് ഞാൻ ഇതിലെങ്കിലും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിലിടയ്ക്കൊരു ലിങ്ക് വിട്ടുപോയി. ഇപ്പം ഞാൻ അടുത്ത് ജോയിൻ ചെയ്തത് പിന്നെ ബേസിക് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഐ വാസ് ഇൻ ഡീപ് ട്രബിൾ. എൻ്റെ എനർജി ലെവൽ ഭയങ്കര ലോ ആയിരുന്നു. ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഈ എനർജി ലോ ആയപ്പോഴത്തേക്കല്ല ഫിനാൻഷ്യൽ ടൈറ്റ്, മറ്റ് നമുക്ക് ബിഹേവിയറൽ ഇഷ്യൂസ്, ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ ബേസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് പ്രോഗ്രാം വന്നു. ഞാൻ അതിനകത്ത് ബേസിക്കില് ഷാഫി സാറിൻ്റെ അടുത്ത് വെച്ച് സാർ, ഞാൻ ഡീപ് ട്രബിൾ, ഞാൻ അഡ്വാൻസ്ഡ് ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് യു വിൽ ബി സോൾവ്ഡ്. അങ്ങനെ ഞാൻ അഡ്വാൻസ്ഡ് ജോയിൻ ചെയ്ത് 3 ദിവസം നല്ല അടിപൊളിയായിട്ട് ഹീലിംഗ്, കംപ്ലീറ്റ് 3 ദിവസവും ഹീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ലൈഫിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉൾട്ട. കാര്യം ഇത്രയും നാളെ നെഗറ്റീവ് അടിച്ച് നമ്മൾ നിന്നത് കറക്റ്റ് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി. ഇപ്പോഴും നമ്മള് എനർജി ലെവലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. കാര്യം എനർജി മാറിയതോടുകൂടി ലൈഫിന്റെ എല്ലാ മേഖലയിലും ഞാൻ മാറാൻ തുടങ്ങി. ദേഷ്യമൊക്കെ കുറഞ്ഞ് ഫിനാൻഷ്യൽ ട്രബിൾസ് ഓരോന്നോരോന്നായിട്ട് മാറാൻ തുടങ്ങി. ഞാൻ ഒരു ഡിസ്പ്യൂട്ടിൽ കിടന്നൊരു ലാൻഡ് വളരെ പെട്ടെന്ന് അത് അഡ്വാൻസ്ഡ് ആയി. പിന്നെ അത് സെയിലാവാൻ ഒക്കെ ആയി. പിന്നെ അതുപോലെ മറ്റ് ബിസിനസ് മേഖലയിലും എല്ലാം ചേഞ്ചസ് വന്നു തുടങ്ങി. പിന്നെ എനിക്കൊരു പീഡിയാട്രിക് വെൽനസ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ഞങ്ങളത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് നിയറി 1 year ആവുന്നേ ഉള്ളൂ. ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് അത് പ്രോഫിറ്റായി തുടങ്ങുന്നതേ ഉള്ളൂ. ബട്ട് ഇപ്പം ഞങ്ങളിപ്പം ജൂലൈ 13 അതിന്റെ സെക്കൻഡ് അടുത്ത സെന്റർ ഞങ്ങൾ അതിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊന്നും ഇതിനു മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പോലുമല്ല, വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ്. ചേഞ്ചസ് മാജിക്കലാണ്. കാര്യം നമ്മളത് കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പിന്നെ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാജറ മാമ അത് വളരെ ഇതായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്ത്. കാര്യം നമ്മള് പിന്നെ ഞാൻ ഏത് ഇത് ചെയ്താലും അങ്ങനെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇവിടുന്ന് മെന്റർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ പിറകെ നടന്ന് നമ്മൾ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മള് പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എനിക്ക്
ചൈൽഡ്ഹുഡിൽ പ്രോബ്ലംസ് ഇല്ല എന്ന് ഞാൻ പറയുമ്പോഴും ഒരു ഓരോ പ്രോബ്ലംസ് നമ്മളോട് സംസാരിച്ച് 1-to-1 സെഷനിൽ സംസാരിച്ച് നമ്മുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുക. അപ്പൊ അത്രയും ആത്മാർത്ഥമായിട്ടൊന്നും നമ്മുടെ അടുത്ത് ആരും ഇതുവരെ നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ അത്ര രീതിയിലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ലൈഫ് ടൈം എന്തെങ്കിലും ഇത് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി മെന്റർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അതിന് നമുക്ക് അറിയാം, കാര്യം ഈ ഒരു ഇതിന്റെ എഫേർട്ട് ഇറ്റ്സ് ഇൻവാല്യുബിൾ, നമുക്ക് പ്രൈസ്ലെസ് ആണ്. കാര്യം നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കി നിർത്തുന്നത് ഇത്. ഞാനിപ്പം പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 10 ഇരട്ടി നേട്ടം എനിക്കിപ്പോ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ വന്നു. അപ്പം ഐ വാണ്ട് ടു കണ്ടിന്യൂ. നമ്മള് പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പൈസ കോഴ്സിന് അഡ്വാൻസിന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആക്ച്വലി പൈസ നല്ല ടൈറ്റ് ആണ്. ഞാനങ്ങനെ ചിന്തിച്ചു, ഒരു 40 വട്ടം ചിന്തിച്ചിട്ടാണ് ഞാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്രെഡിറ്റ് എടുത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. ബട്ട് ഇറ്റ്സ് മതി, ഞാൻ ചിലവാക്കിയ പൈസ എനിക്ക് മുതലായി. വിത്തിൻ എ മന്ത്, ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പൈസക്ക് ഇരട്ടി നമുക്ക് റിട്ടേൺ വന്നു. ഇത് മാത്രമല്ല, വീണ്ടും യൂണിവേഴ്സ് പറക്കെ നടന്ന് നമുക്ക് പൈസ തരുവാണ്. മണി ബ്ലോക്ക് മാറി, നമ്മളെ ആങ്കർ ഇഷ്യൂസ് ഒക്കെ മാറി. ഇപ്പം നമ്മള് കാമാണ്. നമുക്കിപ്പം നമുക്ക് എനർജി ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ്സ് വാട്ട് എ വണ്ടർഫുൾ സ്റ്റോറി. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, ഒരു എന്താ പറയുക, ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. ശരിക്കും പറഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സമയമുണ്ട്. അന്ന് എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നെഗറ്റിവിറ്റി എന്ന് മാത്രം അത് പറയുമ്പോൾ തന്നെ ഉള്ള ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്ന് എന്നോടൊരു ചോദ്യം ക്ഷമയില്ലായിരുന്നു. അന്ന് വെച്ചാൽ എന്ത് തന്നെ ചെയ്താലും വേണ്ടില്ല, എനിക്കത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അത്രയ്ക്കും അത്യാവശ്യമായിരുന്നു, അത്രയും അവസ്ഥയിലായിരുന്നു, അത്രയും പെയിനിലായിരുന്നു. പിന്നെ അതുമൂലം ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഇന്നിപ്പം നമ്മളോട് ഇപ്പം ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, നല്ലൊരു കൈയടി കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, വെൽ ഡൺ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ വെൽ ഡൺ ഫോർ ഹിം, ബിക്കോസ് ദിസ് ഈസ് ഫോർ ഹിസ് എഫേർട്ട്. ഓക്കെ, കാരണം 2 കാര്യമായിരുന്നു. ആദ്യം നേരെ നിൽക്കുന്ന സമയത്ത് നേരെ ഒറ്റയടിക്ക് നമ്മളുടെ ബേസിക് പ്രോഗ്രാമിലാണ് ഒറ്റയടിക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ എന്നോട് ആ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ബേസിക് ചെയ്ത് 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, കാരണം അതിൻ്റെ ഒരു ബേസ് കിട്ടിയ ഒരാളാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിലും നമുക്കെന്താ വെച്ചാൽ അഡ്വാൻസിൽ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പം ബേസിക് ചെയ്യാനുള്ള ക്ഷമ കുറവായിരിക്കും പൊതുവെ. അപ്പം വെൽ ഡൺ, ദാറ്റ് ഈസ് ഫോർ യു. ഒരുപാട് പേര് വെരി ഗുഡ്, വെരി ഗുഡ്. ദിസ് ഈസ് ഫോർ യു. സജന പറയുന്നു വെൽ ഡൺ, ഐഷ പറയുന്നു വെൽ ഡൺ, നസ്രത്ത് പറയുന്നു വെൽ ഡൺ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട. കാരണം എന്താണ് പ്രാക്ടീസ് ചെയ്തത്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം ഒരു രത്ന ചുരുക്കമാണ് നൽകിയിട്ടുള്ളത്. നൗഫൽ ഭായ്, കാരണം നൗഫൽ ഭായ്, യു കൈൻഡ് ഓഫ് ലൈക്ക് നിങ്ങളൊക്കെ നമുക്ക് നൽകുന്ന, നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിൽ നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു. നിങ്ങൾ സുബൈദ മാം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഗെയിം ചേഞ്ചേഴ്സ് ആണ്. ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുക. അപ്പൊ നമ്മളുടെ ഈ ഒരു മീറ്റിങ്ങിൽ എനിക്ക് നിങ്ങളോട് അടുത്തതായിട്ട് ചോദിക്കാൻ കുറെ ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഐ റിയലി വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഓക്കെ,
കാരണം അന്ന് നിങ്ങൾ വന്നിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇന്ന് ഇത്രയും കാമായിട്ട് കൂളായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആ ഒരു ടോട്ടൽ ഒരു എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ പോലെ ഉൾട്ടയാണ്. അന്നുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സംഗതിയിൽ നിന്ന് 360 ഡിഗ്രി ലെവലുള്ള ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പറ്റി, വന്നു. വാട്ട് എ ട്രാൻസ്ഫോർമേഷൻ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ബിക്കോസ് അത് നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോഴ്സ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാണ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ, അഡ്വാൻസിൽ വരുമ്പം അഡ്വാൻസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൈക്ക് നമുക്ക് 7 ഡയമെൻഷൻസ് ഉണ്ട്. 7th ഡയമെൻഷൻ വരെ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾക്കൊരു സാധനം ടേസ്റ്റ് ചെയ്ത് തരും, ടച്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ടേസ്റ്റ് ചെയ്ത് തരും. ടേസ്റ്റ് ചെയ്ത് തന്നാൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യൽ നിങ്ങളാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഹാപ്പൻഡ്. അന്ന് അവിടെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ഹീലിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എനർജി ലെവലില് എനിക്കെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ടെൻഷൻ ആയിരുന്നു. നെഞ്ചിലൊരു ഭാരം പോലെ. ഓരോ സമയം ഞാൻ അവിടെ ചെയ്യുമ്പോഴും ഓരോ സമയം ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ നെഞ്ചിലെ ഭാരം അങ്ങ് പോകും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെ അപ്പം ആ നെഞ്ചിലെ ഭാരമാണ് ഞാൻ ഹീൽ ചെയ്തത്. അപ്പം ഇത് ഒരു 100% ടൈമില് ആ ഒരു ഭാരം ഉണ്ടായിരുന്നത് അഡ്വാൻസ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 50-50 ആയി. അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് 100% മാറണം. അങ്ങനെ അത് ടൈം എടുത്ത് അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. പ്രാക്ടീസ് ചെയ്താലേ അന്ന് അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇവിടുന്ന് കളഞ്ഞിട്ട് പോകരുത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഞാനിത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാർഡ് വർക്ക് ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. കാര്യം ഇതൊരു മിറാക്കിള് പോലെയാണ്. കാര്യം നമ്മൾ ഈ പ്രോസസ് ഇല്ലാതെ നമ്മൾ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. എനർജി ലെവൽ ലോ ആക്കി വെച്ചിട്ട് നമ്മള് 24/7 വർക്ക് ചെയ്തോണ്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്തിട്ട് ചുമ്മാ ഇരുന്നാലും നേട്ടം വരും. കാര്യം എനർജി ആണ് എല്ലാം. കാര്യം അട്രാക്ട് ചെയ്യണം. നമ്മൾ പിറക്കെ പോയിട്ട് കാര്യമില്ല, ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കണം. അഡ്വാൻസ് ആക്ച്വലി ഒരു ഹൈലി മാജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പവർഫുൾ ടൂളാണ്. അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നമ്മൾ എത്തിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ 3 ദിവസം ഇരുന്ന് അവിടെ ശരിക്കും എന്താണ്, തിയറിയാണ് പ്രാക്ടിക്കലാണ്? എന്താ തോന്നിയിട്ടുള്ളത്? പ്രാക്ടിക്കലാണ് മെയിനായിട്ട്. മെയിനായിട്ട് എനിക്ക് ബേസിക് ചെയ്യുമ്പോഴത്തേക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും കടയിലൊക്കെ ആയിരിക്കും. അപ്പം എല്ലാ ഹീലിംഗ് എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി വേണം. പക്ഷെ അത് വെറുതെയാണ്. നമ്മൾ 3 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 3 ദിവസം ഫുൾ ടൈം ഹീലിംഗ് ആണ്. അത്രയും ഹീലിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയി, ഫോണൊക്കെ കംപ്ലീറ്റ്ലി ഓഫ് ആക്കി വെച്ച് അത്രയും നേരം ഇൻവോൾവ് ആയി ചെയ്യുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി 3 ദിവസം എനിക്ക് അത് അത്രയും അത്യാവശ്യമായിരുന്നു. ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ചേഞ്ച്. കാര്യം നമ്മള് ഈ നെഗറ്റിവിറ്റിയുടെ ഇടയ്ക്ക് നിന്ന് നെഗറ്റിവിറ്റി മാറ്റുന്നതിനേക്കാൾ നമ്മളൊരു കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു വേറൊരു ഏരിയയില് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നു ആ ഒരു ചേഞ്ച്. കാര്യം നമ്മളെ എൻവയറമെന്റ് തന്നെ മാറിയിട്ട് നമ്മൾ വേറൊരു എൻവയറമെന്റിൽ പോയി ഇന്ന് 3 ദിവസം ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതുപോലായിരുന്നു. അത്ര അത്യാവശ്യമായിരുന്നു. അത്രയും അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയുള്ള പല ആൾക്കാരുണ്ട്. ഓക്കെ, ഓൾറെഡി ബേസിക് ചെയ്ത ആൾക്കാരുണ്ട് അല്ലെ? എത്ര പേരുണ്ട് ബേസിക് ചെയ്ത ആൾക്കാർ? എത്ര പേരുണ്ട് ഓൾറെഡി ചെയ്ത ആൾക്കാർ? അതേപോലെ തീരെ ചെയ്യാത്തവരുണ്ടാവും. ബേസിക് ചെയ്ത ആൾക്കാരുള്ളവരൊന്ന് കമന്റ് ചെയ്ത്, കമന്റ്. എത്ര പേരുണ്ട് നിങ്ങൾ
നിങ്ങൾ ഒരു ബേസിക് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാർ എത്ര പേര്? ഒന്ന് കമന്റ് ചെയ്യാം. മീ എന്ന് കമന്റ് ചെയ്താൽ. ഇല്ലാത്തവർ എന്ത് ചെയ്യുക? നോ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇല്ലാത്തവർ NO എന്ന് കമന്റ് ചെയ്യും. കമന്റ് ഓൺ NO, നോ. ഇല്ലാത്തവർ എന്ത് ചെയ്യാം? ചെയ്യാത്തവരുണ്ടാവും, ബേസിക് പോലും ചെയ്യാത്തവർ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ബേസിക് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ് ചെയ്യാം. ഓക്കെ, അഡ്വാൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ് പ്രോഗ്രാം നിങ്ങളെ ഒരു മാജിക്കൽ, ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ വാൻഡ് നിങ്ങളുടെ കയ്യിൽ തരുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളൊരു മാജിക്കൽ വാൻഡ് ആയിട്ട് മാറുന്ന പോലെയാണ്. എന്താണ് മാജിക്കൽ വാൻഡിന്റെ പ്രത്യേകത? എന്താ ഈ വാൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതൊരു മാന്ത്രിക വടി എന്ന് പറയും. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്കെന്താ വെച്ചാൽ, നമ്മൾ ശരിക്കും അവിടെ പറയുന്ന ഒരു എനർജി ഉണ്ട്, നമ്മുടെ പ്യുവർ എനർജി സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആ എനർജി സ്റ്റേറ്റിലേക്ക് നമ്മൾ ശരിക്കും ടച്ച് ചെയ്ത് എത്തിയിട്ട് അവിടെ ഒരു തരം ആ ഒരു സംഗതി എന്ന് പറയുന്നത്, ബേസിക്കലി നമുക്ക് ടൂളുകളാണ് എങ്കിൽ അവിടെ ടൂളുകൾ ഉണ്ട്. നമുക്കൊരു ടൂൾ കൊണ്ട് ഒരു പ്രോബ്ലം നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂള് എന്നുള്ളതിനെക്കാട്ടിലും ഓക്കെ, ബേസിക്കലി എന്താ ചെയ്യുന്നത്? നമ്മുടെ എനർജി ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, അഡ്വാൻസിൽ നമ്മൾ സംഭവിക്കുന്നത് വെച്ചാൽ വി ബിക്കം ദ എനർജി. നമ്മൾ എനർജിയായി മാറുകയാണ്. ആ എനർജി നമ്മളെന്ന് പറയുന്ന എനർജി പ്യൂരിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഉള്ളത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ നൗഫൽ ഭായി പറഞ്ഞ പോലെ മിറക്കിൾസ് സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ അതിന് ഒരു അവിടെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ ഒരു സത്യമായി മാറുകയാണ്. നമ്മളൊരു പരമ്പൊരുൾ എന്ന് പറയുന്ന ഒരു ഉള്ളിലുള്ള ഒരു സാധനമുണ്ട്, യഥാർത്ഥ നമ്മൾ എന്ന് പറയുന്നത്. അതിന് അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓവറോൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ മൈൻഡ് വിട്ട്, നിങ്ങളുടെ ശരീരം വിട്ട്, നിങ്ങളുടെ എസെൻസിലേക്ക് കണക്റ്റഡ് ആയിട്ട്, ആ എസെൻസ് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? അതാണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഇവിടെ മാറുന്നൊരവസ്ഥ. ആ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നൗഫൽ ഭായി പറഞ്ഞ സാധനം. അപ്പം 3 days കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ തെറാപ്പീസ്, എക്സസൈസ് സംഗതികൾ ചെയ്ത് പോയി കടന്നുപോയി നിങ്ങൾ ശരിക്കും ലേറ്റ് ആകും. ഒരു പ്യുവർ സോളിലേക്ക് കറക്റ്റ്. അപ്പൊ അത് വന്നിട്ട് അതിന് കുറേ താക്കോലുകൾ നിങ്ങളുടെ കയ്യിലേക്ക് തരും, കുറേ കീസ് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അങ്ങനെ തന്നിട്ട് നിങ്ങൾ ശരിക്കും ഒരു പ്യൂരിഫൈഡ് വേർഷൻ, ശുദ്ധമായ നിങ്ങളുടെ ഒരു അംശമുണ്ട്. ഈ ലോകത്ത് എല്ലായിടത്തും കാണുന്ന അബണ്ടന്റ് ആയിട്ടുള്ള ഒരു അംശം, അത് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് അംശമല്ല, പിന്നീട് അത് നമ്മളുടെ എൻ്റയർ ബീയിങ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ ഹീലിംഗ് ഓട്ടോമാറ്റിക്കാണ്. തടസ്സങ്ങൾ നീങ്ങുന്നത് ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ പറയാറില്ല, എത്രയൊക്കെ പലതും സംഗതികളൊക്കെ ചെയ്തിട്ട് ഒരു തട്ടുമുട്ട് എന്തൊക്കെയുണ്ട്, ആ തട്ടുമുട്ടുകൾ മൊത്തം അങ്ങോട്ട് നീങ്ങും, ആ ബ്ലോക്കുകൾ മൊത്തം അങ്ങോട്ട് നീങ്ങും. എനിക്കെന്തോ തട്ടുമുട്ടുണ്ട്, എനിക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ആരുടെയോ കണ്ണ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരുടെയോ അല്ലെങ്കിൽ എനിക്കൊരു കറക്റ്റ് ഇങ്ങോട്ട് നടക്കുന്നില്ല. ഒഴുക്ക് വരാൻ തുടങ്ങും. നമ്മളെന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സംഭവിക്കുന്ന വളരെ ഒഴുക്ക്, എഫേർട്ട്ലെസ് ആയിട്ടുള്ള. അപ്പൊ ഞാനത് അവിടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 7th dimension 3rd dimension ആണ് നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ നോളജൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ? നൗഫൽ ഭായി പറയും. അല്ല, നമുക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാര്യം നമ്മള് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ടേക്ക് ആക്ഷൻ, അതിനൊരു 4-5 സ്റ്റെപ്സ് ഉണ്ട്. ബിലീഫ്, ടേക്കിംഗ് ആക്ഷൻ. ഇത് ജസ്റ്റ് നമ്മൾ ഇമാജിൻ, മാനിഫെസ്റ്റ്, ആ ഒരു ലെവലിലേക്ക് 7th dimensionലെത്തും എന്നുള്ളത് തന്നെ നമുക്കൊരു വിത്തൗട്ട് ആക്ഷൻ
അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് Yes, എന്നോട് yes, പറഞ്ഞു. yes, yes. ഞാനിത് പറഞ്ഞപ്പം പറഞ്ഞു, അതാണ് കിട്ടണ്ടേ, അതാണ് കിട്ടണ്ടേ എന്ന് പറഞ്ഞു. അതാണ് 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 നമുക്ക് വേണ്ടത്. കാര്യം നമ്മൾ ആക്ഷൻ എടുക്കാൻ മടിയുള്ളവരാണ്. ആ അപ്പൊ അപ്പോഴ് നമുക്ക് കുറഞ്ഞ എഫേർട്ടിൽ കാര്യം നടക്കണം. യെസ്. നമ്മൾ ബിസിനസ് പക്ഷെ മാനാണല്ലോ. പക്ഷെ അതിനകത്ത് ഒരു ഫോട്ടോ നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം, പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് നമ്മള് ഇപ്പം അഡ്വാൻസ് ചെയ്തെന്നായാലും നമ്മളൊരു 100% നെഗറ്റിവിറ്റി 50% ആവുന്നുള്ളൂ. ബാക്കി 50% നമ്മൾ പിന്നീടുള്ള ഹീലിംഗ് 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 അതിന് നമ്മുടെ നമ്മളെ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നമ്മളെ എഫേർട്ട് ഇടിയിപ്പിക്കാൻ ആളുണ്ട്. അത്രയ്ക്ക് നല്ല ഫോളോ അപ്പ് ആണ്. ഹാജിറ മാമിന്റെ ഫോളോ അപ്പ് എങ്ങനെ? അത് മാമ സൂപ്പറാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹീൽ ചെയ്തില്ലേ കണ്ടുപിടിച്ച് നമ്മളെ പ്രോബ്ലംസ് നമുക്ക് പോലും അറിഞ്ഞിടാത്ത, യെസ് യു ഹാവ് എ റൂട്ട് കോസ്, അത് ഫൈൻഡ് ചെയ്യ്. നമ്മളോട് സംസാരിച്ച് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് ഹീൽ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. എന്ത് സപ്പോർട്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കും, എനിക്കിന്ന് ഇതുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം എന്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ഒരു മണി മെഡിറ്റേഷൻ എനിക്ക് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ, എനിക്ക് അല്ലാതെ മണി മെഡിറ്റേഷൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം മാം സ്വന്തം വോയിസിലൊരു മെഡിറ്റേഷൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അത്രയ്ക്ക് എഫേർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ നമുക്ക് അത്രയും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ മെന്റർഷിപ്പ് അത്രയ്ക്ക് ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ഈ സാധനമായിട്ട് അലൗൺസ് ചെയ്യുന്നത്. അതെ 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 അതിനുശേഷമാണ് അനൗൺസ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞോണ്ടാണോ ചെയ്തത്? അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാല് അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയത് ചിലപ്പം നിങ്ങളുടെയൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. ഓക്കെ, അതെ അതെ നമ്മളിപ്പോ ഈ പറയുന്ന അതേ സംഗതി ഒരുപാട് പേര് എന്നോട്, സാർ ഇത് ഞങ്ങളിങ്ങനെ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇത് എക്സാക്ട്ലി സംഭവിച്ചത്. അതെ അതെ ഞാനൊരു 1,999 എന്ന് പറഞ്ഞ അത് 1,999 ആക്ച്വലി ഭയങ്കര വെറുതെയാണത്. അത് നമ്മൾ ഉടനെ ഗ്രാബ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതെ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ജേർണിയിൽ, ഹീലിംഗ് ജേർണിയിൽ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവരോട് ശരിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഓൾറെഡി ബേസിക് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, റെസിഡൻഷ്യൽ. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ പ്രോഗ്രാം ചെയ്യണം, കാരണം അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട് അല്ലെ? 3 ദിവസം നല്ല പേയ്മെന്റ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഇല്ലാതെയാണ് നിങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് അവിടേക്ക് വന്നത്. വേറെ നിങ്ങളുടെ ഒരു അവസ്ഥ കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. സോ അതിൽ റിസ്ക് എടുത്തിട്ട് വരുന്നത്, ഡസ് ഇറ്റ് വർത്ത് ഇറ്റ്? അത് വർത്താണോ? അല്ല, അല്ലെങ്കിൽ ഞാന് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്താ പറഞ്ഞു? ഞാൻ എന്റെ അപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആണ്. ആക്ച്വലി എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് 2 ലക്ഷത്തിന്റെ ആക്ച്വലി പിന്നെ ഇതുണ്ട്. 2-3 കാർഡിലായിട്ട് ഒരു 2 ലക്ഷം രൂപയുടെ ഇതുണ്ട്. അതില് ആക്ച്വലി ഞാനൊരു 1,50,000 രൂപയും എടുത്തിട്ട് നിൽക്കുന്ന ടൈമിലാണ്. അപ്പൊ ലാസ്റ്റ് ഒരു പോർഷനെ കയ്യിലുള്ളു. അപ്പൊ അത് റിസ്ക് ആണ്, എടുക്കാൻ പാടില്ല. റിസ്ക് ആണ്. ആക്ച്വലി ഞാൻ എടുക്കാൻ പാടില്ല. അത് ഞാൻ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് വേണോന്ന് ഞാനൊരു 30 തവണ ചിന്തിച്ചു. അതായത് ഇത് എടുത്താൽ എനിക്ക് പ്രയോജനം കിട്ടുമോ. ലാസ്റ്റ് ഞാൻ ഷാഫി സാറിന്റെ അടുത്ത് മറ്റേ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, അല്ല അഡ്വാൻസ് അല്ല, ബേസിക് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, ഞാൻ വരട്ടെ, എനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? അപ്പൊ നിങ്ങൾ വന്നു നോക്കുമെന്ന് പറഞ്ഞു. ഞാനതങ്ങ് അപ്പോഴത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ചെയ്തു. എന്നോട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശരിക്ക് എനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കാരണം നിങ്ങൾ ആ ചോദ്യം ചോദിക്കും, ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ നീഡുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്കൊരു കോൺഫിഡൻസ് ആണ് വന്നത്.
കാരണം പലപ്പോഴും കോഴ്സിൽ വരുന്ന ആൾക്കാരിൽ ഏറ്റവും രക്ഷപ്പെടുന്ന ആരെന്ന് അറിയാം, അത്രയ്ക്കും ബുദ്ധിമുട്ടും പെയിനുള്ള ആൾക്കാരുണ്ടാവും. ശരിക്കും ഉൾട്ട നിൽക്കുന്ന ഭയങ്കര പെയിനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും പ്രോഗ്രാമിലേക്ക് വരും. കാരണം ബിക്കോസ് നെസസിറ്റിയാണ്. അപ്പം ഒരു സക്സസിൽ ഒരു വളരെ ബേസിക് റൂൾ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് ആക്ച്വലി എത്ര കണ്ട് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. പല ആൾക്കാരും ട്രാൻസ്ഫോം ചെയ്യപ്പെടാത്തതിൻ്റെയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചേഞ്ച് വരാത്തതിൻ്റെ കാരണം ആ നീഡ് അവർക്ക് നഷ്ടപ്പെടും. ഇപ്പൊ നൗഫൽ ഭായിക്ക് അന്ന് നല്ല നീഡായിരുന്നു, ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറായിട്ട് പോകുന്നു. ഇനി നൗഫൽ ഭായിക്ക് ഇപ്പൊ നീഡില്ല. ഓക്കെ, ഇത് കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. ഇനി നൗഫൽ ഭായ് ഇത് ഇവിടെ വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ എന്താ പറയുക സ്ലോ ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം രക്ഷപ്പെടാൻ സഹായിച്ച ഈ ഒരു സിസ്റ്റം, അതായത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഴ്സ് അല്ലെങ്കിൽ മെന്റർഷിപ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു, അത് നിർത്തിയ ഉടനെ മേ ബി യു ഗോ ബാക്ക് ടു ദ അല്ലെങ്കിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളിലേക്കോ ചിലപ്പം പോയേക്കാം. സോ ഇത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതെനിക്കിപ്പോൾ കിട്ടിയ ഒരു സാധനമാണ്, ഇനി ഇതെനിക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് വേണം, ലൈഫ് ടൈം മെമ്പർഷിപ്പ്. സോ ആ ഒരു എന്താ പറയാ തിങ്കിങ് ഉണ്ടല്ലോ, ആ തിങ്കിങ് ആണ് ഇനിയുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു കൻ കണ്ടിന്യൂ ഈ അതേ എനർജി ഇതേ ലെവലും. ഞാൻ ഇനിയിപ്പം ഡേറ്റ് നോക്കിയിട്ട് എന്നാണ് ഞാൻ അടുത്ത അഡ്വാൻസ് അതിനും വരണമെന്ന് പറഞ്ഞിരിക്കുക. അടുത്ത അഡ്വാൻസ് ഉണ്ട്, വരുന്നുണ്ട്. അഡ്വാൻസിന്റെ ഡേറ്റ് ഉണ്ട്, നമ്മുടെ ടീം മെമ്പേഴ്സ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അത് ചാറ്റിൽ അല്പം വരുമായിരിക്കും. ടീം മെമ്പേഴ്സിന് അറിയാം. ഈ പറഞ്ഞ പോലെ എൻ്റെ പല കാര്യങ്ങളും നമ്മുടെ പല കാര്യങ്ങളും ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. എനിക്കെല്ലാം ഞാൻ വറീഡല്ല. അത് കാര്യങ്ങൾ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും നിശ്ചയിക്കും. ഐ വിൽ ഗോ ദർ ആൻഡ് ഡു ഇറ്റ്. അപ്പം ജൂലൈ 13 എന്റെ അടുത്ത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ്. അപ്പം അതിനുശേഷമാണെങ്കിൽ ജൂലൈ 19, 20, 21. What can happen better than this? What can happen better than this? ഫാന്റാസ്റ്റിക്. അടുത്ത മാസം 19, 20, 21 പ്രോഗ്രാം നടക്കുന്നത്. 3 ദിവസമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്നത്തെ സെഷനിൽ നിങ്ങൾ അവിടെ അനുഭവിച്ചതും കണ്ടതും അല്ലെങ്കിൽ എൻ്റയർ സെഷൻ എടുക്കുന്ന രീതിയും ബേസിക്കലി എടുക്കുന്ന പോലെയാണോ? അല്ലല്ല, ബേസിക് ഞാൻ വിചാരിച്ചു ബേസിക്കിന്റെ തന്നെ കുറച്ച് പോർഷനെങ്കിലും കാണുന്നു. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബേസിക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പോലും അവിടെ പറയുന്നില്ല. അതിനേക്കാൾ ഒരു അഡ്വാൻസ് ലെവലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വേറെ സാധനങ്ങളാണ്. സോ ആ ഒരു എക്സ്പീരിയൻസിൽ വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ് ഏതാണ്? അഡ്വാൻസിൽ ഏത് പ്രാക്ടീസ് ആണ് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്തത്? മെയിനായിട്ട് ചൈൽഡ്ഹുഡ് ഹീലിംഗ്, വൂം തെറാപ്പി, ഇതൊക്കെ നമുക്കൊരു പിന്നെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. വൂം തെറാപ്പി എന്നൊക്കെ പറയുന്നത് ഞാൻ മാത്രമല്ല, എനിക്ക് കൂടുതൽ കാമായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മുടെ കൂടെ പങ്കെടുത്തവരില് പലരുടെ എക്സ്പീരിയൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊരു അത്ഭുതമാണല്ലോ. അതിന് നമുക്ക് ആർക്കും ഓർമ്മയില്ലാത്തൊരു സംഭവമാണല്ലോ ഈ വൂമ്പില് എന്താ സംഭവിച്ചത്. ആ മെമ്മറി വരെ ഉണർത്തുന്ന ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് മാജിക്കൽ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൽ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച ടൂൾ ഏതായിരുന്നു? ഇത് തന്നെയാണോ, വൂം തെറാപ്പി ആണോ? സെൽഫ് ലവും സെൽഫ് ഫോർഗിവ്നെസ്, പിന്നെ മണി ബ്ലോക്കിന്റെ മെഡിറ്റേഷൻ അത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ റിലീസ് റിലാക്സ്, അത് ഞാൻ ഡെയിലി ചെയ്യും. റിലീസ് റിലാക്സ്, ആം പീസ്, ആം ഇൻ പീസ്, സെവന്ത് ഡയമെൻഷൻ GB സംഭവം അത് ഡെയിലി ചെയ്യും. അതൊരു ഇതൊക്കെ ഇൻസ്റ്റന്റ് പിന്നെ നമുക്ക് എനർജി ബൂസ്റ്ററാണ്. പിന്നെ അതുപോലെ ഏറ്റവും എനിക്ക് എനർജി ബൂസ്റ്റ് കിട്ടുന്നത് ഈ സെൽഫ് ഫോർഗീവ്നെസ് ആണ്. സെൽഫ് ഫോർഗീവ്നെസ്, പിന്നെ ഹോപ്പണപ്പോ. സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെൽഫ് ഫോർഗീവ്നെസ് ചെയ്തിട്ട് തൊട്ടടുത്ത ഏതെങ്കിലും സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സെൽഫ് ഫോർഗീവ്നെസ്. ആക്ച്വലി എപ്പോഴാണ് അത് ചെയ്യാറുള്ളത്? ഈ പ്രാക്ടീസ് ഒക്കെ എപ്പോഴാണ് ചെയ്യാറുള്ളത്? ഞാൻ ആക്ച്വലി 3 നേരമായിട്ടാണ് ചെയ്യുന്നത്. രാവിലെ ഒരു ഏതെങ്കിലും ഒരു ഇത് പിന്നെ ചെയ്യും, ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഒരു ഉച്ചക്ക് ഒരു ടൈമിൽ ഞാൻ ഈ സെൽഫ് ഫോർഗീവ്നെസ്
മണി മെഡിറ്റേഷനും കൂടെ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യും. സെൽഫ് ഫോർഗീവ്നെസ് ചെയ്തിട്ട് മണി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതൊരു ബൂസ്റ്ററാണ്. പിന്നെ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈമില് പള്ളിയിലൊക്കെ വെച്ച്, ഞാൻ കഴിവതും പള്ളിയിൽ വെച്ചാണ് മറ്റേ ഇത് ചെയ്യുന്നത്, ഗ്ലേസ് റിലാക്സും ഓപ്പൺ അപ്പ് ഒക്കെ ചെയ്യും. വെരി ഗുഡ്. അപ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടി. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എണ്ണി പറയുകയാണെങ്കിൽ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും സ്പെസിഫിക്കലി? സ്പെസിഫിക്കലി ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഡിസ്പ്യൂട്ടില് ഞാൻ ആ അഡ്വാൻസ് പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വസ്തുവിന്റെ. ഞാൻ വിചാരിച്ചു എന്ത് സോൾവ് ആയാലും ഇത് സോൾവ് ആവില്ല. പക്ഷെ അതാണ് ഫസ്റ്റ് സോൾവ് ആയി എനിക്ക് പൈസ കിട്ടിയത്. നമ്മൾ മറന്നു കിടന്ന ഒരു പൈസ, പഴയ ഒരു കമ്പനി ഞാൻ ബിസിനസ് ചെയ്ത് മുമ്പ് ഒരു കമ്പനിയിൽ ഒരു പൈസ അടപ്പുണ്ടായിരുന്നു. അത് അവർ ഇങ്ങോട്ട് വിളിച്ച് ക്ലിയർ ചെയ്തു. എത്ര രൂപ ഇന്ന് അത് 1,70,000 രൂപ. 70,000 രൂപ. ഓക്കെ. കോഴ്സിന്റെ ഡബിൾ പൈസ. കോഴ്സ് മുടക്കിയത് അതെ. അപ്പത്തിന് സോൾവ് ആയി. അല്ല, ഇരട്ടിയല്ല, 1,70,000 രൂപ. 1,70,000. ഓ ഓക്കെ, അറിയില്ല. ഓക്കെ ഓക്കെ. പിന്നെ മറ്റേ വസ്തുവിന്റെ അഡ്വാൻസ് ആയി ഇതായി. അപ്പം എനിക്ക് കുറച്ച് ഇൻസ്റ്റന്റ്ലി കൊടുക്കേണ്ട പൈസ ഉണ്ടായിരുന്നു. ആ കറക്റ്റ് എമൗണ്ട് ആണ് വസ്തുവിന്റെ അഡ്വാൻസ് ആയിട്ട് വന്നത്. ഓക്കെ. എക്സാക്ട്ലി ഇത് എമൗണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പം പുതിയ സെന്റർ തുടങ്ങി. അത് നമ്മള് ഈ 2 മാസം മുമ്പ് നമുക്ക് പ്ലാനിങ് പോലും ഇല്ലാതിരുന്ന കാര്യമാണ്. പിന്നെ ഞാനൊരു കൗൺസിലിംഗ് ആപ്പിന്റെ പണിപ്പുരയിലാണ്, സ്റ്റാർട്ടപ്പിന്റെ. എന്റെ ബുദ്ധിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. വെരി ഗുഡ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പാർട്ട്നേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിരുന്നു. പാർട്ട്നേഴ്സിനെ ഞാൻ എടുത്ത് ഫയർ ചെയ്ത് ഉപ്പാട് വരുത്തരാം ഈ അഡ്വാൻസ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഞാൻ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിന്നതാ. ഇപ്പം ഐ ആം ദ ലീഡർ. അവർ പറഞ്ഞു നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വേണം, നിങ്ങളാണ് നമ്മുടെ ഇത് ബ്രൈറ്റ്, നിങ്ങളുടെ സ്ട്രാറ്റജീസ് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ ഒരു സ്റ്റേജ് അത് ഭയങ്കര വ്യത്യാസമാണ്. ഞാനത് കേൾക്കുമ്പോഴേ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴൊക്കെ നമ്മള് ആക്ച്വലി ഇമോഷണൽ ആവാറുണ്ട്. കാര്യം വെറും 2 മാസം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു അവസ്ഥ. അവരായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും ചലഞ്ചസും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. മൈഗോ പ്രശ്നങ്ങളും എനിക്ക് അവർക്ക് പ്രോബ്ലം അല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് എന്റെ പ്രോബ്ലം ആയിരുന്നു. അവര് തന്നെ ചോദിച്ചു, അവര് തന്നെ ഇപ്പൊ പറയും എന്തൊരു ചേഞ്ചാണ് സംഭവിച്ചത്. കാര്യം നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യന് ഈ ഒരു ലെവലിലേക്ക് എത്തി. അത് ഭയങ്കര ചേഞ്ചാണ്. നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു, അതിൽ നിന്ന് ഇത്രയും നല്ലൊരു ഭയങ്കര കാര്യം അവരെ വർക്ക് പോലും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മള് ചെറിയ കാര്യങ്ങൾ, അത് എന്റെ അടുത്ത് പറഞ്ഞില്ല, ഇത് എന്റെ അടുത്ത് പറഞ്ഞില്ല, ചൂടാവും. അതെ. അതിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലവിങ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ആ പറഞ്ഞ ഒരു എനർജി സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ആ പീസിലേക്കും. പീസ് എങ്ങനെയുണ്ട്? പീസ് എങ്ങനെയുണ്ട്? ലൈക്ക് നമ്മളൊരു ഞാനിപ്പോ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് മൈ ഇന്നർ പീസിനാണ്. മുമ്പ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് മണിക്കാണ്. അതിനു മേലെയാണ് നമുക്ക് ഇന്നർ പീസ്. ഇന്നർ പീസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മണിയുടെ ലെവലിനേക്കാൾ മേലിന്റെ എനർജി ലെവലാണല്ലോ പീസ്. അത് ആക്ച്വലി അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ അത് അവിടെ വെച്ച് അഡ്വാൻസ് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഇപ്പൊ എന്റെ ഗോൾ എന്ന് പറഞ്ഞ പീസ് ആണെന്ന്. അന്നത്തെ ഞാൻ അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ. അപ്പൊ പീസാണ് നമ്മുടെ ഗോൾ. ഓവറോൾ നിങ്ങളുടെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ലൈഫിനോടുള്ള ഒരു മടുത്തൊരവസ്ഥ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഈ നമ്മൾ പോകുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു എന്തിന് മടുത്ത് നമുക്ക് ലൈഫ് മതി എന്നൊക്കെ പോകുന്ന സ്റ്റേജ് ഉണ്ടാവും. എനിക്കറിയാം എന്റെ എനർജി ആണ് എന്റെ പ്രോബ്ലം എന്ന് എനിക്കെന്ന് അറിയാം. അപ്പൊ എനിക്ക് എനർജി എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതായിരുന്നു എന്റെ പ്രശ്നം. ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം. അത് ഞാൻ അതിനകത്ത് വർക്ക് ചെയ്ത് എനിക്ക് ഇത് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ എനർജി എന്നുള്ള രീതിയിലേക്ക്
Yeah. അപ്പൊ ഇനി നമ്മളുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയാനുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് അവരോട് ഇപ്പൊ ഈ കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ അഡ്വാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയാ റിസ്ക് എടുക്കുക, റിട്ടേൺ കിട്ടും. ഓക്കെ, അതിന് ഇത്രയും ഇപ്പൊ ക്യാഷിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവരോട് എന്താണ് അല്ല, എന്റെ ഒരു കൺഫ്യൂഷൻ അതായിരുന്നു. കാര്യം ഞാൻ ഇപ്പം തന്നെ പിന്നെ കിണറിൽ കിടക്കുകയാണ്. അതിനകത്ത് വീണ്ടും കുഴിച്ച് താഴോട്ട് പോണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാര്യം ആ 10-30,000 രൂപയുടെ ഫോട്ടോ ബാധ്യതയും കൂടെ എനിക്ക് വരുമല്ലോ. ഞാൻ അതും കൂടെ എടുക്കണോ? റിസ്ക് അല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും വേണ്ടിയില്ല, എനിക്ക് എന്റെ എനർജി ഹീലായാൽ മതി, എനിക്ക് എനർജി റിട്ടേൺ കിട്ടണം, എനിക്ക് 3 മാസം പോയി എനിക്ക് ഒരു ചേഞ്ച് വേണം, എനിക്കൊരു 3 ദിവസം എനിക്ക് ഫുള്ള് പ്രാക്ടീസ് ചെയ്യണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തതാ. ആ റിസ്കിന് ഐ ഗോട്ട് ദ റിവാർഡ്. അപ്പം കാര്യം നമുക്കിത് ഒരു 3 ദിവസത്തെ കോഴ്സിന്റെ മാത്രം ഫീസ് അല്ല, അത് കഴിഞ്ഞൊരു 10-40 ദിവസത്തെ കണ്ടിന്യൂസ് മെന്ററിങ് ഉണ്ട്. ആ മെന്ററിങ് നമുക്ക് പ്രൈസ്ലെസ് ആണ്. അത് അവരിടുന്ന ആത്മാർത്ഥത, മഹാജറാമാണ് ഈ മെന്റർ. ഒരു ആത്മാർത്ഥത, കാര്യം നമുക്കത് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്. സോ ഒരു 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 ഫൈനലായിട്ട് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഹോപ്പ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ബേസിക് ചെയ്താലും ഇല്ലെങ്കിലും അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവസരം ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് ചെയ്തവർ എന്തായാലും ചെയ്യുക. ബേസിക് ചെയ്യാതെ നിൽക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഒറ്റയടിക്ക് ഞാൻ അഡ്വാൻസ് ചെയ്യണം, ബേസിക് ചെയ്യണം, അങ്ങനെ ഓൾറെഡി ബേസിക് ചെയ്തില്ലെങ്കിലും അഡ്വാൻസ് ചെയ്യണം. ഓക്കെ, പക്ഷെ രണ്ടാണ്. ബേസിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ബേസിക് ചെയ്തിട്ട് നിങ്ങൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജേർണി ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവും. അത് ഇപ്പൊ നൗഫൽ ഭായിയുടെ കാര്യം പറഞ്ഞത് അത് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സുബൈദ മാമിനാണ്. സുബൈദ മാമിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. പുള്ളിക്കാരി ശരിക്കും ബേസിക് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷമാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അപ്പം വേറെ ലെവലിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ നൗഫൽ ഭായിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നൗഫൽ ബേസിക്കലി നമ്മുടെ EFT ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ എസ്പെഷ്യലി മൈൻഡ് പവറും കാര്യങ്ങളും ഒക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ അതുകൊണ്ട് കൂടിയാണെന്ന് വെച്ചാൽ ഇത്രയും വലിയ രീതിയിലേക്കുള്ള ഷിഫ്റ്റിലേക്ക് നിങ്ങൾക്ക് ഗുണമായിട്ട് മാറിയത്. പിന്നെ ബേസിക്കലി അഡ്വാൻസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് നമ്മൾ ശരിക്കും നിങ്ങളൊരു അവിടെ വേറെ കുറെ തിയറി കാര്യങ്ങളോ അല്ലെങ്കിൽ കുറെ സംഗതികളോ ഒന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കലല്ല. നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ പിടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇരുത്തണം. ആ ഇരുത്തുന്ന പരിപാടിയാണ്. അപ്പൊ അത് നമുക്ക് ഒറ്റയടിക്ക് ഇരുത്താൻ കഴിയില്ല. 3 ദിവസം കൊണ്ടാണ് ഇരുത്തുന്നത്. അങ്ങനെ ഇരുത്തിയിട്ട് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കണം കേട്ടോ, നീ ഇങ്ങോട്ടാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ നേരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുത്തുക. അങ്ങനെ തിരിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇരുത്തം ശരിക്കും നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിലേക്ക് പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നിങ്ങൾക്ക് പിന്നീട് ആറ്റിറ്റ്യൂഡ് അല്ല പ്രശ്നം. നിങ്ങൾക്ക് പിന്നെ ആറ്റിറ്റ്യൂഡ് വിഷയമല്ല. നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ബിലീഫ്സുകൾ സംഗതികൾ പ്രശ്നം. ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന ഒരു സംഗതിയാണ്. അപ്പം അത് സ്ഥിരമായിട്ട് അതിന്റെ ഒരു കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്. ആ പ്രാക്ടീസ് കറക്റ്റായിട്ട് ഫോളോ അപ്പോട് കൂടി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ വലിയ ഷിഫ്റ്റാണ്. ആ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇന്ന് ഏതായാലും വളരെയധികം സന്തോഷം നൗഫൽ ഭായ് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നൗഫൽ ഭായിയോട് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. നൗ ഇറ്റ് ഈസ് ടൈം ടു എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഓൾറെഡി നൗഫൽ ഭായ് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ എനിക്ക് അതിന് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും എങ്ങനെ? ഹലോ, ചോദ്യമായിട്ട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഓക്കെ, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഓൾറെഡി ആരെങ്കിലും എക്സൈറ്റഡ് ആണോ നെക്സ്റ്റ് അഡ്വാൻസിന് വേണ്ടിയിട്ട്? ആരൊക്കെയാണ് എക്സൈറ്റഡ് ആയിട്ടുള്ളവർ? നെക്സ്റ്റ് അഡ്വാൻസ് ചെയ്യണം, അഡ്വാൻസ് വരാൻ പോകണം, അതിന് അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണ് ഉള്ളത്? ഓക്കെ, എനിക്ക് അതിന്റെ ഭാഗമാവണം, അത് ചെയ്യണം, എന്നിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് വിൽ ബി റെസ്പോണ്ടിങ്. ഓക്കെ, ഒന്ന് വീഡിയോയിൽ വരും കേട്ടോ. ആരും വീഡിയോയിൽ കാണുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടോ? ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. ഹലോ മുഹസിന, സുഹറ,
ജീന, മിനി, നുസ്രത്ത്. നുസ്രത്ത് മാം ഓൾറെഡി നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അല്ലേ? നുസ്രത്ത് മാം അറിയേ? യെസ്. സെഫാന, ഓക്കെ, വെരി ഗുഡ്. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നുസ്രത്ത് മാം നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം? അത് വേറെ ലെവൽ തന്നെ. വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അത്തരത്തിലുള്ള അതിന്റെ ഒരു റിസൾട്ട് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെ മനസ്സിലായില്ല? എന്തോ എക്സ്പീരിയൻസ് എന്താ പറയാ, ഓക്കെ. ഹലോ, ക്ലിയർ ചെയ്ത് വരുന്നുള്ളൂ ഓരോന്ന്. ഓക്കെ ഓക്കെ, ക്ലിയർ ചെയ്ത് വരുന്നുള്ളൂ അല്ലേ? വെരി ഗുഡ്. പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. സുബൈദ മാം ഓൾറെഡി ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു വേറൊരു ഓക്കെ മാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, എന്തായാലും നമ്മളുടെ ലൈഫിൽ വലിയ ഷിഫ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സൗദാമി മാം ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യാവോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബാച്ചിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം എന്നല്ല, പുറത്തു നിന്നുള്ള ഒരു സൗണ്ടും എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ആരും സംസാരിക്കുന്നത്, ആരോടും സംസാരിക്കുന്നത്, അങ്ങനെ എന്റെ ജീവിത മേഖലകളിൽ മുഴുവൻ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാല് എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങള്, അപകടങ്ങള്, അതുപോലെ താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങള്, ഒറ്റപ്പെടല്, അങ്ങനെ കുറെ വിഷയങ്ങൾ. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എനിക്ക് കേൾക്കാനുള്ള ആളുകളോട് സംസാരിക്കാം. ഞാൻ ഇത്രയൊന്നും സംസാരിക്കാതെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഓപ്പണായി വന്നു. പിന്നെ നമ്മുടെ എന്റെ മെന്ററായിട്ടുള്ള ഹാജറമ്മ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതില് ഞാൻ ഒരുപാട് പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൊണ്ടുതന്നത് എന്റെ സിസ്റ്ററാണ് സുഹ്റ. സാറിന് അറിയാമല്ലോ. സുഹ്റ ഒരുപാട് കാലമായി താങ്കളുടെ ഈ കോഴ്സിലേക്ക് വന്നിട്ട്. അവർക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്കിതൊന്നും കേൾക്കുന്നതേ ഇഷ്ടമില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ കോർഡിനേറ്ററായി നിന്നിട്ടുണ്ട് ഒരാളുടെ കൂടെ. പക്ഷെ അതെല്ലാം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ സമയത്താണ് ഞാനിപ്പോ വീണ്ടും വന്നത്. ആദ്യത്തെ 4-5 ദിവസം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും, അത്രേ ഉള്ളൂ. എന്റെ ചെവിയിലേക്ക് കേറില്ലായിരുന്നു. പിന്നീട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാ എവിടെങ്കിലും ഏതെങ്കിലും കുഴി ചെന്ന് ചാടും, ഒന്നുമില്ലെങ്കിൽ ഖബറിലെങ്കിലും എത്തും, നീ ഇങ്ങനെ പോയാ പറ്റില്ല എന്ന് എന്നോട് തന്നെ പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഈ ഒരു കോഴ്സിൽ വന്നതിന്റെ ശേഷം ഉണ്ടായി. ഇപ്പൊ ഞാന് ഒരുപാട് എന്താ പറയാ സന്തോഷത്തിലാണ്. പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഞാന് പെട്ടെന്നൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ച വരേക്ക്, ഇന്നലെ ഏകദേശം ഒരു 2 മണി വരേക്ക് ഇങ്ങനെ പുറത്ത് പെയ്യുന്ന പോലെ അകത്ത് എനിക്ക് പെയ്തുകൊണ്ടേയിരിക്കായിരുന്നു. കണ്ണുകൾ ഉണങ്ങുന്നില്ല, കണ്ണിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ വെച്ചാല് കുട്ടികള് ഒരു മിഠായിക്ക് ചോദിച്ചാൽ പോലും ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ അകപ്പെട്ട് കിടക്കുക, അപകടത്തില്. പുറത്തിറങ്ങാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ആളാണെങ്കിൽ ബെഡഡ് ആണ്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് 1 രൂപ എടുക്കാനില്ലാത്ത സിറ്റുവേഷനിലാണ് എനിക്കൊരു കോഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം മൈൻഡ് നിങ്ങളുടെ വീഡിയോ കാണുന്നില്ല. സംസാരിക്കാനുള്ളൊരു റേഞ്ച് കുറവുണ്ടോ? പറഞ്ഞോളൂ. ഉണ്ടോ? ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പഴാ വീഡിയോ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. മാത്രമാണോ എന്ന് എനിക്ക് അറിയില്ല, സ്റ്റക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല, ഓഡിയോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ.
എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഷാഫി സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം താങ്കൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനിയും കോടിക്കണക്കിന് ആളുകൾ ബാലൻസ് ആണ്. എല്ലാവരിലേക്കും എത്തും. ഞാനും എത്തും. എനിക്കും എത്തണം. എനിക്ക് പഠിക്കണമെന്നുണ്ട്. സാറിന്റെ ഈ ഒരു കോഴ്സിലൊക്കെ ഫുള്ളായിട്ട് നിൽക്കണം എന്നുണ്ട്. എന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം ഒട്ടും ഇല്ലാത്ത ഞാൻ ഇന്ന് ഒരു ദിവസം ഏകദേശം ഒരു 3-4 ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നൗഫൽ സാറിന്റെ നൗഫൽ സാറ് കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ശരിക്കും മോട്ടിവേഷൻ എന്താ പറയാ ഇൻസ്പയേഴ്സ് തന്നെയാണ് നമ്മളിലേക്ക് അവര് ഇടുന്നത്. വെറുതെ ആരും പറയിപ്പിക്കുന്നതല്ലല്ലോ, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ലേ. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയല്ലല്ലോ, അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതാണ് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുക, അതാണ് ഈ ഒരു കോഴ്സിലൊക്കെ വരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് സൗദാബി മാം ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മുടെ നൗഫൽ സാറോട് ചോദിക്കാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? സെഫാനയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സെഫാന എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ആളാണ്. നോർമലി ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് പലതവണ. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങളെല്ലാവരും പറയുന്ന പോലെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൗഫൽ ഭായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു നോളജിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് എടുത്തിട്ടുണ്ടാവും. എന്താണ് അദ്ദേഹം ചെയ്തതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് നിങ്ങളുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് എന്താണ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയത് ഒന്ന് ഷെയർ ചെയ്യാമോ? ടെക്സ്റ്റ് ആയിട്ട്, കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സഫാന ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജമീല മാം പറഞ്ഞോളൂ. ആജീവനാന്തം ഈ കോഴ്സിൽ ചേർന്നത് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് എന്റെ മനസ്സിൽ കരുതിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, ഫെന്റാസ്റ്റിക്. ജമീല മാം ഇതേപോലെ അത്ഭുതം ക്രിയേറ്റ് ചെയ്ത ഒരാളാട്ടോ. വർഷങ്ങളായിട്ട് 3-4 വർഷമായിട്ട് എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് മാറാത്ത ചെവിയിൽ പഴുപ്പ് വന്നിട്ട്, മുറിവ് വന്നിട്ട് അത് മാറാതെ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു 2 ചെവിയിലും. മാം നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നു, പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഇപ്പൊ അത് പൂർണ്ണമായിട്ടും മാറി. വാട്ട് എ മിറാക്കിൾ. അപ്പൊ കേൾക്കുന്നില്ല സഫാന, കേൾക്കുന്നില്ല, ശരിക്കും കേൾക്കുന്നില്ല. ഹെഡ്സെറ്റിലാണോ സംസാരിക്കുന്നത്? ഹെഡ്സെറ്റ് ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ക്ലിയർ ഇല്ല. അതെ. മെഡിറ്റേഷന്റെ ക്ലാസ് കേൾക്കണോണ്ട് നല്ല ഗുണമുണ്ട്. നമ്മള് ഇന്ന് എന്തെങ്കിലും നമ്മള് ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ കാത്തിരിക്കും ഈ മെഡിറ്റേഷൻ ഒന്ന് കിട്ടിയില്ലെങ്കിൽ, അപ്പൊ കൂളാവും ചെയ്യും. നല്ല മാറ്റമുണ്ട് മെഡിറ്റേഷൻ കേട്ടിട്ട്. ഒരു കാര്യം പറയാം, മെഡിറ്റേഷൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത മെഡിറ്റേഷൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. EFTയിൽ നിങ്ങൾ വരിക, നിങ്ങൾ ആ ടൂള് പഠിക്കുക. ടൂള് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റ്സ് കൊണ്ട് ആ പ്രശ്നം അവിടെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. ശരിയാണ്, നിങ്ങൾക്ക് സൊല്യൂഷൻ. അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. പിന്നെ ശരിയാണ്. അതെ, അപ്പൊ അത് അങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. നമുക്കൊരു ടൂള് നിങ്ങൾക്ക് തന്നെ പഠിക്കാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ക്ലിയർ ചെയ്യാം. കോഴ്സിലേക്ക് വരും കേട്ടോ. ഇവിടെ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ആയിഷ മാം പറഞ്ഞത് പൈസ കടം വാങ്ങിയാലും വേണ്ടിയില്ല, റിസൾട്ട് കിട്ടും, ആ ലെവലിൽ വരണം എന്നുള്ള പോയിന്റാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ആണ് മനസ്സിലായിട്ടുണ്ടാവുക. ഓക്കെ, റിസ്ക് എടുത്ത് വരണം, റഷീദ മാം പറയുന്നു. വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ സംഗതികൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ലേണിങ്സുകൾ എടുക്കുക. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഞാൻ നൗഫലിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്കതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, മാജിക് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു സംഗതി ഭയങ്കരമായിട്ട് പോസിബിൾ ആണ് എന്നുള്ള റിയാലിറ്റി. ഒരു പണിയും എടുക്കാതെ
ആഗ്രഹിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു എന്ന ആ ഒരു അത്ഭുതകരമായ പ്രതിഭാസം പോസിബിൾ ആണെന്നും അത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും ഭയങ്കര എനിക്ക് ഒരു ഫ്ലോ രൂപത്തിലാണ് നടക്കാറുള്ളത്. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വലിയ രീതിയിൽ ചിലപ്പോൾ ഫണ്ടിന്റെ റിക്വയർമെന്റ് എനിക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ മൈൻഡിൽ കൊടുക്കും. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നൊരു സാധനം വരാൻ ഞാൻ എപ്പോഴും അങ്ങനെ ഉറപ്പ് വരുത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു സാധനം വരാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് കൂളായിട്ട് ഒരു ബേജാറും ഇല്ലാതെ അത് നടക്കും. ഭയങ്കര 100% ഒരു കോൺഫിഡൻസോട് കൂടി ചുമ്മാ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് നടക്കും. എങ്ങനെ എനിക്കറിയണ്ട നടക്കും. ഈ ഒരു സാധനമുണ്ട്. അങ്ങനെ ഒരു മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. വെരി ഗുഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ഈ അഡ്വാൻസ് പ്രോഗ്രാമിന്റെ ഒക്കെ ഒരു വലിയൊരു ബെനിഫിറ്റ്. അവിടെ അതിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ അത് ഈ തോട്ട് മാത്രം പോരാ, ഇതിനനുസരിച്ചൊരു എനർജി നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് ഒന്നെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. ടുഡേ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, നൗഫൽഭായിട്ട് കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്നത് 5-10 മിനിറ്റാണ്. എന്നാൽ നൗഫൽഭായി 3 തവണയായിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യും. സോ 3 തവണകളാക്കി സ്ട്രക്ചർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കെന്ന് വെച്ചാൽ ഒരു ഓർഡർ, സ്ട്രക്ചർ, പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, ആ പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. വേറെ ഒന്നും വേണ്ട. ഇതാണ് പ്ലാൻ. നൗഫൽഭായിയുടെ ഒരു പ്ലാൻ ഇതാണ്. വേറെ കുറേ എഫേർട്ട് ഇടാൻ സംഗതികളൊന്നുമില്ല. സ്ട്രഗിൾസ് ഇല്ല. സ്ട്രഗിളിൽ നിന്ന് മാറിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യാം. അത് എൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതാണ് നമ്മളുടെ ഈ ഒരു മോർണിംഗ് ക്ലാസ്. 6 മണിക്ക് മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് ക്ലാസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അടുത്ത എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇരിക്കും. പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ്, പുതിയ AI സംഗതികൾ എന്താണ്, പുതിയ കോഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. പിന്നെ എനിക്ക് അതുപോലെ എന്തെങ്കിലും റീഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും. ദെൻ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്താൽ മതി. ലൈഫിൽ റിസൾട്ട് കിട്ടുന്ന പ്രവർത്തികൾ എന്ത്, അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. രാവിലെ ഉണരുന്നു. സമയം, സന്ദർഭവും സൗഭാഗ്യവും ഒക്കെ നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അതെ, നമ്മൾ അതിനൊരു പ്രാക്ടീസ്, ഒരു മെത്തേഡ്, സംഗതികൾ ഉണ്ടാക്കുക. ഇപ്പൊ നൗഫൽഭായി അതെന്ന് വെച്ചാൽ 3 നേരത്തേക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഫോളോ ചെയ്ത് പോവാം. വേറെ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കരുത്. ഞാനത് എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, അങ്ങനെ ചെയ്യുമോ, അത് നടക്കുമോ, ഇത് നടക്കുമോ, അങ്ങനൊന്നുമില്ല. Just get up and do it. Just get up and do it. Just get up and do it. Keep it simple. ലൈഫ് എപ്പോഴും എന്ന് വെച്ചാൽ സിമ്പിൾ ആക്കി വെക്കുക എന്ന് പറയും. ഞാൻ ചെയ്യേണ്ടത് ഇതാണ്, അത് ഞാൻ ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ എണീക്കുക, മോർണിംഗിൽ എണീക്കുക, മോർണിംഗ് മെഡിറ്റേഷൻ്റെ 6 o'clock പ്രോഗ്രാം, അത് കഴിഞ്ഞ് സെഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് ആണെങ്കിൽ വർക്കൗട്ട്, ഒരു സിസ്റ്റം. നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം, വേറുള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങൾക്കാണ് ഒഴിവാക്കുക, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. ഹാവ് എ പ്ലാൻ, ക്രിയേറ്റ് എ പ്ലാൻ, ഫോളോ ദാറ്റ്, കീപ് റിപ്പീറ്റിംഗ്. അതേ പ്രാക്ടീസ്. സോ ദാറ്റ് വാസ് ദ ലേണിംഗ് ഫ്രം ടുഡേ. നൗഫൽഭായിയുടെ ഒരു സംഗതി, അടുത്തൊരു സ്ട്രാറ്റജി നൗഫൽഭായി പറഞ്ഞ ഏറ്റവും നല്ല സ്ട്രാറ്റജി എനിക്ക് തോന്നിയത്, ഒന്ന് റിസ്ക് എടുത്താണെങ്കിലും റിസ്ക് എടുത്ത് വരിക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അടുത്ത പോയിന്റ് പറഞ്ഞത്, റിസ്ക് എടുക്കാൻ കയ്യിൽ ക്യാഷ് ഉണ്ടാകില്ല. അപ്പോൾ എത്രയോ ആൾക്കാർ, ഞാനിപ്പം ഒരു ബാംഗ്ലൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ ഞാൻ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും പഠിച്ച ഒരാളാണ്, എന്നിട്ടും പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി. എന്താ കാര്യം? ആ മാറ്റിയതിൻ്റെ ഗുണം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ രീതിയിലേക്ക്, മെമ്പർഷിപ്പ് രൂപത്തിലേക്ക് കോഴ്സിനെ അപ്ഡേറ്റ് ചെയ്തു, പുതിയ സംഗതികൾ കൊണ്ടുവന്നു, പുതിയ സിസ്റ്റംസ് കൊണ്ടുവന്നു, പുതിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പുതിയ ടെക്നോളജി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ 2 ലക്ഷത്തോളം ഞാൻ മുടക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജി ഉണ്ട്, അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയാസ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടിയ ഒരു വേറെ ലെവൽ തിങ്കിങ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള, നൗഫൽഭായി നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഓരോ രീതിയിലും തലത്തിലും അടുത്ത ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. അപ്പൊ അങ്ങനെ ആ ഒരു പഴയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പഴയ ഞാനുണ്ടായിരുന്നു, ആ എന്നെ എനിക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അറിയാൻ പറ്റും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും.
അപ്പം അതിൽ ഇന്നലത്തത് സെഷൻ മോർണിംഗ് ക്ലാസ് എന്ന് പറയുന്നത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ബെനിഫിറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു വേറെ ലെവലിലേക്ക് ഇങ്ങനെ പോയൊരു സാധനമാണ്. അടിപൊളി സാധനമാണ്. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ലിറ്ററലി ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 മാസത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മൂവിങ് ആൻഡ് ടച്ചിങ് ആൻഡ് ഇമ്പാക്ട്ഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് ഇന്നലെ ഡെലിവേർഡ് ആയിട്ടുണ്ട്. കിട്ടുന്നവർ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളതാണ്. എനിക്ക് തിരിച്ചു കിട്ടിയത് സിമിലർ ഫീലിങ്സും എക്സ്പീരിയൻസിലൂടെയും കടന്നു പോയപ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ പ്യുവറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലെവലിലേക്ക് മാറുക. അതിൻ്റെ എക്സ്റ്റൻഷനാണ് അത്. വേറൊരു രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് സട്ടിലായിട്ട് കാമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇന്നലത്തെ ക്ലാസ് മോർണിംഗിൽ. അതാണ് അഡ്വാൻസ് പ്രോഗ്രാം. അഡ്വാൻസ് പ്രോഗ്രാം ഇതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ്. അതിൻ്റെ മുകളിലാണ് ഒരു പടി മുകളിലാണ് അഡ്വാൻസ് പ്രോഗ്രാം. ഒരു പടി എന്നല്ല, ഒരുപാട് പടികൾ മുകളിലാണ്. പക്ഷെ അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ സാധനം. ഷിഫ്റ്റ് സംഭവിക്കാൻ നമ്മളെ സഹായിക്കുക ആ ഒരു ഇമോഷനാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. അപ്പം പറയുന്നത് ഇത്രയേ ഉള്ളൂ, റിസ്ക് എടുക്കുക. റിസ്ക് എടുത്തിട്ട് വരിക. ഞാൻ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം ഇത്രയും കോഴ്സുകളൊക്കെ ഞാൻ ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരുപാട് ക്യാഷോ കാര്യങ്ങളോ റെഡി ആയിട്ടില്ല. പല തരത്തിലൂടെ ചലഞ്ചസും സംഗതികളും കാര്യങ്ങളും കടന്നു പോകുന്ന സമയങ്ങളിലാണ് ഞാൻ എന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ കടത്തിവിട്ടു. എനിക്കറിയാം ഞാൻ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകും. ഞാൻ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാകും. സിമ്പിളായിട്ടൊരു സാധനമാണ് അടുത്ത സ്ട്രാറ്റജി. കണ്ടിന്യൂ ദ മെൻറ്റർഷിപ്പ്, കണ്ടിന്യൂ ദ കോച്ചിങ്. അപ്പം ഞാൻ ഇതേപോലെ കോച്ചിങ്ങും മെൻറ്റർഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ്. നമ്മൾ ഹമ്പിൾ ആവണം. നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ സീരിയസ് ആയിട്ട് ഒരു മെൻറ്റർ, 1, 2, 3, 4 മെൻറ്ററിൻ്റെ ഏറ്റവും ഒരു മെൻറ്റർ, കോർ മെൻറ്റർ നമുക്ക് ഉണ്ടാവണം. ബേസിക് ലെവൽ ഓരോ ഏരിയകളിലേക്ക് മെൻറ്റർഷിപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് സ്പിരിച്വൽ ലെവലിലുള്ളൊരു മെൻറ്ററുണ്ട്, EFT ലെവലുള്ള മെൻറ്ററുണ്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെൻറ്ററുണ്ട്, മാർക്കറ്റിംഗ് അങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മെൻറ്ററുണ്ട്. അങ്ങനെ ഓരോ ഏരിയകളിലേക്ക് മെൻറ്റർ വേണ്ടി വരും. പക്ഷെ കോർ ലെവലിൽ വളരെ മെയിൻ ഒരു മെൻറ്ററും കൂടെ വേണം. അപ്പോൾ ആ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും പോവുക, അവരുടെ അടുത്ത് പോവുക, അവരുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കുക, അവരുടെ അടുത്ത് നിന്ന് അറിവ് വാങ്ങിക്കുക, അവരുടെ അടുത്ത് നിന്ന് എനർജി വാങ്ങിക്കുക. അവർ എപ്പോഴും അവർക്ക് ഒരു സമർപ്പിച്ചിട്ട് അവർ ഗൈഡ് ചെയ്യട്ടെ. കാരണം നമ്മൾ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കുഴിയിലൊക്കെ ചെന്ന് ചാടും. മനസ്സിലാകണം. എപ്പോഴും ഒരു മെൻറ്റർ നമുക്കുണ്ടാകണം. നിങ്ങളും ഇതേപോലെ തന്നെ വെച്ചാൽ ജേർണി തുടരുക. അപ്പം നൗഫൽ ഭായിയുടെ അടുത്തൊരു മനസ്സിലായ ഒരു കാര്യമാണ്, ഹി വാണ്ട്സ് ടു കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹാജിറ മാമിന് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കൊടുത്തു. അതാണ് എനിക്ക് അടുത്തൊരു പാഠം എനിക്ക് ലേണിംഗ് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ സെഷനിൽ നിന്ന്. നൗഫൽ ഭായിക്ക് ശരിക്കും ആ ഒരു മെൻറ്ററെ കിട്ടിയ ഒരു മെൻറ്ററെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു, ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അധികം ആൾക്കാർക്കും ആ ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. കാരണം ഇൻസെക്യൂരിറ്റിയാണ്, ട്രോമയും പെയിനും ഇതൊക്കെ ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ്. അത് ഹീൽ ചെയ്ത് മനസ്സ് തുറന്ന് ഫീൽ ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു മടിയില്ലാതെ അവർ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ഒരു ഈഗോ ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിലേക്ക് എൻ്റെ ഈ ചേഞ്ചിൻ്റെ എല്ലാം ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേറെ എന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു വലിയ മനസ്സ്. ദോസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ഗിവ് ഹിം മോർ ആൻഡ് മോർ അബണ്ടൻസ്, ബിക്കോസ് ഇറ്റ്സ് നത്തിങ് ബട്ട് ലവ്. നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാം ശരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. അതൊരു മാജിക്കൽ സാധനമാണ്. അത് നിങ്ങൾ വരിക, നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം. ജീവിതത്തിൽ ഒരിക്കലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് വലിയൊരു നഷ്ടം. ഞാൻ എന്റെ കാര്യം മാത്രമല്ല, അന്ന് എന്റെ കൂടെ വന്ന ടീമിൽ വന്ന എല്ലാവർക്കും മാറ്റമുണ്ട്. അപ്പൊ ഫൈനലായിട്ട് എന്താണ് നൗഫൽ ഭായിക്ക് പറയാനുള്ളത് എല്ലാവരോടും? എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ പിന്നെ വരുമ്പോ സറണ്ടർ ചെയ്യാ. ഞാൻ അന്ന് എനിക്ക് വേറെ സറണ്ടർ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാനൊന്ന് പൂർണ്ണമായിട്ട് അതുവരെ ആരും ഒന്നും സറണ്ടർ ചെയ്യാത്ത പുലിയായിരുന്നു അല്ലേ?
അപ്പൊ എനിക്കറിയാം ഇത് സറണ്ടർ ചെയ്തേ പറ്റൂ. കാര്യം നമ്മൾ ലോജിക്കൽ തിങ്കിങ് ആയിട്ടൊന്നും ഇരിക്കരുത്. ഇത് പിന്നെ ടാപ്പ് ചെയ്താൽ ഇത് മാറും. മാറട്ടെ, അങ്ങനെ മാറാനാണല്ലോ വന്നത്. ആ ഒരു ഇതില് ഫുൾ സമർപ്പണം. എന്തായാലും എനിക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാണ് വന്നത്. അതൊക്കെ എന്തായാലും അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാനിപ്പോ എല്ലാരിടത്തും പിന്നെ പറയുന്നുണ്ട്, ഞാൻ കാണുന്ന എല്ലായിടത്തും ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഹീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് മാറിയാൽ ഇതുണ്ട്. അതെല്ലാരും ഒന്നും ഇതായിട്ട് എടുക്കുന്നില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ടൈം വരുമ്പോ എടുത്തോളൂ അല്ലേ? നായക അപ്ന ടൈം ആയേക എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവരവരുടേതായിട്ടുള്ള സമയമാകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരും. എന്നിട്ട് എന്ത് വെച്ചാൽ അവർ ഇതിന്റെ ഭാഗമാകും. എനിവേ, താങ്ക് യു സോ മച്ച് നഫൽ ഭായ്. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ബീങ് ഹിയർ. നിങ്ങളിവിടെ വന്നതിന്, കാരണം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. ഐ റിയലി റെസ്പെക്ട് ദാറ്റ്. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് ഞാനും നഫൽ ഭായും ഒരുമിച്ച് നിങ്ങളോട് പറയാണ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സർ. ആരോഗ്യ ആഫിയത്തൊക്കെ തന്ന അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഉഷാർ. നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു സമയം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം നിങ്ങൾ മാറ്റി വെക്കുന്ന കാരണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇനിയും പഠിക്കാനുണ്ടാകും എന്നുള്ള ഒരു മനസ്സോട് കൂടി വരുന്നുണ്ട്. മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഈ ഒരു വരവ്, ഈ ഒരു കേൾക്കൽ തുടരുക, ഇതിൽ നിന്ന് ഡിസിഷൻസ് എടുക്കുക. പിന്നെ അഡ്വാൻസ് പ്രോഗ്രാം എങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്തായാലും ചെയ്യണം, അതിൽ എക്സ്ക്യൂസ് ഒന്നുമില്ല, ചെയ്തേ പറ്റൂ. പിന്നെ അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ കൺസേൺ ഉണ്ടാവും. അതിനെക്കുറിച്ച് വറിയിടാവുണ്ട്. അഡ്വാൻസ് പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വൽ ചെയ്യുക. എല്ലാവരും അവിടെ വരുന്നതായിട്ട് മനസ്സിൽ തോട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ട അനുകൂല സാഹചര്യം. അപ്പം അത് ഒരു കോച്ചറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ? ഹീലർ ഓക്കെ, കോച്ചിങ് ദ കോച്ച്. ഓക്കെ, ഹീലർ അതിലേക്ക് വരാൻ താല്പര്യം ഉണ്ടോ? താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ 1 year പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അതിലേക്ക് വരാം. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 year കൊണ്ട് നിങ്ങൾക്കൊരു ഹീലറായിട്ട് നിങ്ങൾ ശരിക്കും മാറ്റി, നിങ്ങൾ വീഡിയോസ് ചെയ്ത് ഇതേപോലെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് പേരെ ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മാറാം. എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും കഴിയൂല വീഡിയോ അല്ല, അതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയുന്നതല്ലേ, അത് നിങ്ങൾ ഇപ്പൊ പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഹീലറായിട്ട് മാറണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹാപ്പൻ. ഇനി വീഡിയോ ചെയ്യേണ്ട നിങ്ങൾ മുഖം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാതെ വീഡിയോ ചെയ്യുന്ന പരിപാടിയുണ്ട്, മുഖം കാണിക്കാതെ മാത്രം ഉപയോഗിച്ചിട്ട്. ഓക്കെ, പിന്നെ ഇന്നത്തെ AI ടെക്നോളജി ഉണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് പലതും ചെയ്യാം. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. നിങ്ങൾക്ക് നിങ്ങളെ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു അവതാരണം ക്രിയേറ്റ് ചെയ്യാം, വേറെ ആൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളും, എന്നിട്ട് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, സംഗതികൾ ചെയ്യും. ഇതെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതും ഞാൻ പഠിക്കുന്നതൊക്കെ ഒരുപാട് പൈസ മുടക്കി പലതും ട്രൈ ചെയ്ത് ഇപ്പൊ തന്നെ മിനിഞ്ഞാന്നൊരു പ്രോഗ്രാം ഞാൻ എടുത്തു. ഏകദേശം ഒരു 7-10 നല്ലൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതെടുത്തപ്പോഴാണ് മനസ്സിലായത് അതിൽ മലയാളത്തിന്റെ വേർഷൻ ഇല്ല. അപ്പൊ പിന്നെ വീണ്ടും പൈസ കൊടുത്തിട്ട് വേറെ സാധനം മലയാളത്തിലുള്ള വേർഷൻ എടുത്തു. ഇംഗ്ലീഷ് അത് അടിപൊളിയാണ്, അതിന് അടിപൊളി സാധനമാണ്. അപ്പൊ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരാൻ പോകുന്നുണ്ട് ഇനി. ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി ഫ്രീ ആയിട്ട് അങ്ങനെ ഓരോരുത്തരെ ചേർത്ത് ഫ്രീ അങ്ങനെ ഉണ്ട്. അതെ, അതാണ് പറയുന്നത്. 1-to-1 കൗൺസിലിംഗ് കൊടുക്കുന്നതല്ലേ? കൗൺസിലിംഗ് നമ്മൾ ഓരോരുത്തരെ ഇതിക്ക് ഇങ്ങനെ ആഡ് ആക്കണേ. അതെ, ഓക്കെ, കോഴ്സ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി എനിക്ക് മനസ്സിലായി. ഓക്കെ, സോ മെന്റർ അല്ല, ഹീലർ അല്ല, കൗൺസിലർ എന്ന് പറയും. ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം, ടീമിലേക്ക് വരാം, വർക്ക് ചെയ്യാം, പഠിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. യു കൻ ആൾസോ ജോയിൻ. ഓക്കെ, ആ ലെവലിലേക്ക് നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഫാന, ഇഫ് യു വാണ്ട് ടു ജോയിൻ യു കൻ ആൾസോ ജോയിൻ. അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, നമ്മുടെ ടീം മെമ്പേഴ്സ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലുള്ളത്? നമ്പർ എത്ര ഗ്രൂപ്പിന്റെ? 69. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലുള്ള അഡ്മിനെ കോൺടാക്ട് ചെയ്യുക. അഡ്മിനെ കോൺടാക്ട് ഉണ്ട്, നബീഹാറിയും കോൺടാക്ട് ഉണ്ട്. ഓക്കെ, കോൺടാക്ട് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളെ കണക്ട് ചെയ്തുള്ള ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ടീമിലേക്ക് ഉൾപ്പെടുത്തും. ദെൻ യു കൻ ആൾസോ ജോയിൻ പാർട്ട് ഓഫ് ദ ടീം. നമ്മുടെ ടീമിന്റെ ഭാഗമാകാൻ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും വി ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ്, അതായത് നമ്മുടെ ഗോൾ ഇതാണ്, 1 healed person in 1 family. അതാണ് നമ്മുടെ മിഷൻ. ആ മിഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഭാഗമാകാം. Thank you so much for coming and joining this session. It was a wonderful session.
നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നാളെ Sir, thank you very much. താങ്ക് യു സോ മച്ച്.